പരാതി കൊടുത്തു, അന്വേഷണം ആരംഭിച്ചു. ഇന്നലെ തന്നെ SP ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിൽ നിന്ന് എടുക്കേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് കൊടുക്കേണ്ട തെളിവുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി ഇന്നലെ തന്നെ അയച്ചിട്ടുണ്ട്, DGPക്ക് അയച്ചിട്ടുണ്ട്, വനിതാ കമ്മീഷൻ അയച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വെറുതെ ഇരിക്കില്ല. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഈ സ്ത്രീകൾ ഒട്ടേറെ രാഷ്ട്രീയ രംഗത്തേക്കും പൊതു സാമൂഹ്യ രംഗത്തേക്കും പ്രവർത്തകരായി വരണം. മാധ്യമ പ്രവർത്തനത്തിനും വരണം. ഇതേപോലെ ക്യാമറകളൊക്കെ പിടിച്ച് നാളെ സ്ത്രീകളും വരണം. അപ്പോൾ അവരൊക്കെ വരണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ തിരിച്ചു വീട്ടിലേക്ക് ഓടിക്കയറുന്നവരല്ല സ്ത്രീകൾ എന്ന് ഞാനൊക്കെ ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു മിഡിൽ ഏജും അതിൻ്റെ പുറമൊക്കെ കഴിഞ്ഞ ഒരാളാണ് ഇല്ലേ. അപ്പോൾ ഇനി വരാൻ പോകുന്ന തലമുറ ഇതിനേക്കാൾ സ്ട്രോങ് ആണ്. ഞങ്ങൾ അവരെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷെ എന്നാലും അവർക്കൊരു മോശം തോന്നരുത്. കണ്ടോ, ഇത്രയും നാൾ രാഷ്ട്രീയ രംഗത്ത് നിന്നിട്ട് അവരെന്താ തിരിച്ചോടിയത്, അല്ലെങ്കിൽ അവരെന്താ പ്രതികരിച്ചില്ല, അവരെന്തോ പരാതി കൊടുത്തില്ല എന്ന് ഞങ്ങളെക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള ന്യൂജൻസ് അല്ലെങ്കിൽ ജെൻസി അവർ കരുതില്ല, അവരത് മൈൻഡ് പോലും ചെയ്യില്ല. എങ്കിലും ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു. ഇതിലിപ്പോൾ ഒരു വാർത്തയാണ് ആദ്യം വന്നതെന്ന് പറഞ്ഞിട്ടാണ് കോൺഗ്രസ് ഹാൻഡിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ DCC പ്രസിഡന്റ് അടക്കം പറഞ്ഞത്. കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ആരോപണമില്ല. അപ്പോൾ ആ വാർത്താ മാധ്യമത്തിനെതിരെ എന്തെങ്കിലും പരാതി കൊടുക്കുമോ, ആ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്? അതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏതെല്ലാം ലിങ്കുകളിൽ നിന്നാണ്, ഫേസ്ബുക്ക് പേജുകളിൽ നിന്നാണ്, ലിങ്കുകളിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. യൂട്യൂബ് ഒരു മാന്യൻ, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഒരു 65 വയസ്സൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഇത്രയും കാലം മനുഷ്യരൂപത്തിൽ ജീവിച്ചിട്ട് ഏതെങ്കിലും ഒരു മൂല്യം ഇല്ലേ, മനോവൈകൃതം ബാധിച്ച ഒരു കാലഘട്ടമുണ്ട് ഇല്ലേ, ഈ ലൈംഗികമായി എന്താ പറയുക അതിനെക്കുറിച്ച് അറിയാത്ത ആ ഒരു പ്രായമുണ്ട്, എന്താ പറയുക ചോരത്തിളപ്പ് എന്നൊക്കെ പറയൂലേ, ആ പ്രായമുണ്ട്. ആ പ്രായത്തിലുള്ള ആരും പോലും നേർവഴിക്ക് നയിക്കാനില്ലാത്ത യൂത്ത് പോലും പറയാത്ത കാര്യങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ചോദിക്കണം അദ്ദേഹത്തോട്. അദ്ദേഹം ഏതാണ്ട് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ ഇത് നടക്കുന്നത്. ഇവിടെ നടക്കുകയാണ്, ചവിട്ടിപ്പൊളിക്കുകയാണ്. എന്താണ് അദ്ദേഹം സഹായിക്കാൻ വരാതിരുന്നതെന്ന് അറിയില്ല. നിങ്ങൾ ചോദിക്കണം, ഇത്രയും ഒരു ചവിട്ടിപ്പൊളിക്കാൻ താങ്കൾക്കൊന്നും സഹായിക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കാം. ഡോറ് ചവിട്ടിപ്പൊളിച്ചു. അതിനോടനുബന്ധിച്ചിട്ടുള്ള എന്തെല്ലാം മ്ലേച്ഛത്തരങ്ങളാണ് മാധ്യമങ്ങളിൽ. അത് നിങ്ങളത് പരിശോധിച്ചാൽ മതി. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ ചോദിച്ചല്ലോ വലതുപക്ഷ കോൺഗ്രസിൽ നിന്നാണോ വന്നത്, തർക്കമില്ല. കാരണം അവരാണ് ഇപ്പോൾ ഈ വെളിച്ചത്ത് പിടിക്കപ്പെട്ടിട്ടുള്ളത്. സർവത്ര തെളിവുകളോടും കൂടി പിടിക്കപ്പെട്ടിട്ടുള്ളത് അവരാണ്. അവരെല്ലാവരും അടച്ചാക്ഷേപിക്കണമെന്നില്ല കേട്ടോ. നല്ല മനുഷ്യരെല്ലായിടത്തും ഉണ്ടല്ലോ. ഇന്നലെ ഡോക്ടർ KT ജലീൽ നിയമസഭയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നല്ലതും ചീത്തയും പുഴുക്കുത്തുകളും എല്ലായിടത്തുണ്ട്. പക്ഷെ അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എല്ലാ മനുഷ്യരും എല്ലാം തികഞ്ഞവരൊന്നുമല്ല, എല്ലാ വ്യക്തികളും ഞാൻ ഉൾപ്പെടെ. അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അത് നടക്കുന്നില്ല എന്നുള്ളതാണ്. മറിച്ച് ഈ എല്ലാ പുഴുക്കുത്തുകളെയും എല്ലാ ജീർണതകളെയും എല്ലാ ദുർഗന്ധത്തെയും പുതപ്പിട്ട് മൂടി വെക്കുകയാണ്. ഇതിപ്പം MLAക്ക് അടികിട്ടി വാതിൽ ചവിട്ടി പൊളിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അത്തരത്തിലുള്ള ആരോപണങ്ങളായിട്ട്, അത്തരത്തിലുള്ള സംഭവങ്ങളായിട്ടാണ് ഇതിങ്ങനെ പുറത്തേക്ക് വരുന്നത്. അത്രയും നീചമായ ആരോപണങ്ങൾ തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതെ, അതിപ്പോ ചോദിക്കാനില്ലല്ലോ. അതിനിപ്പോ വേറെ കാര്യമായിട്ട് അതിനെ കുറിച്ച് എന്താ പറയുക. കുടുംബത്തെ കൂടി നിങ്ങളിപ്പോ ഇവിടെ കണ്ടാണല്ലോ ഈ പുറയിൽ കാണുന്നതാണ് വാതില്. ഇവിടെ പരിശോധിച്ചറിയാം നിങ്ങൾക്ക് എത്രയോ ആളുകൾ കൂടി അടുത്ത് താമസിക്കുന്ന ഒരു പ്രദേശം കൂടെയാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു അനക്കം ഉണ്ടായാൽ, ചെറിയൊരു ശബ്ദം കേട്ടാൽ തൊട്ടടുത്തുള്ള എല്ലാവരും വന്ന് നോക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരത്തിലാണ് ഇത്തരത്തിലൊരു വലിയൊരു കഥ മെനഞ്ഞുകൊണ്ട് ഞങ്ങളെ വ്യക്തിഹത്യ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുള്ളത്. ഇതിപ്പോൾ ഷൈൻ ടീച്ചർ മാത്രമല്ല, താങ്കൾ കുടുംബത്തിനെ മൊത്തത്തിൽ ഇങ്ങനെ വലിച്ചഴക്കുന്ന രീതിയിലാണ്. അപ്പോൾ പത്രത്തിനെതിരെ നടപടി ഉണ്ടാവും, എങ്ങനെയാണ് നിങ്ങളുടെ മുന്നോട്ട് കുടുംബത്തിന്റെ പിന്തുണ എത്രത്തോളം ഉണ്ട്? പത്രം എന്നുള്ളതൊരു ഉപകരണം മാത്രമാണ്. ഇപ്പം ഇന്ന് രാഷ്ട്രീയത്തിനുണ്ടായിട്ടുള്ള ഒരു വലിയൊരു അപജയമാണ് ഇത് കാണിക്കുന്നത്. അപ്പം ഞങ്ങളൊക്കെ പഠിച്ചു വരുന്ന കാലത്ത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു വലിയ സാധാരണ ജനങ്ങളുടെ ഇടയിൽ അവരെ സഹായിക്കുന്നതിനും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വേണ്ടിയായിരുന്നു രാഷ്ട്രീയം ഉണ്ടായിരുന്നത്. അന്ന് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ അടുത്തേക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. പക്ഷെ ഇന്നത് മാറിയിരിക്കുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് വളരെ മലീമസമാക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഷൈൻ സൂചിപ്പിച്ചതുപോലെ അതിന് നേതൃത്വം നൽകുന്നത് പറവൂരിൽ തന്നെയുള്ള ചില കേന്ദ്രങ്ങൾ തന്നെയാണ്.
കാരണം കേരളത്തിലെ രാഷ്ട്രീയത്തെ ഇത്രയും മോശമാക്കുന്നതിന് ഒരുപക്ഷെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് നമ്മളൊക്കെ കാണുന്നത് സ്വാതന്ത്ര്യ സമരത്തിന്റെ പിൻപറ്റി വന്നിരുന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇപ്പം ഞാനൊരു അത്ര ഒരു സാഹചര്യത്തിൽ നിന്ന് വളർന്നു വന്ന ആളാണ്. എൻ്റെ കുടുംബം മുഴുവനും കോൺഗ്രസ്സുകാരാൽ, എൻ്റെ ബന്ധുക്കളെല്ലാം കൂടുതലും കോൺഗ്രസ്സുകാരാണ്. പക്ഷെ ആ ഒരു മൂല്യം, ഇപ്പോൾ ആ മൂല്യം കാത്തു സൂക്ഷിക്കുന്ന നേതാക്കന്മാരൊക്കെ നമ്മുടെ പരിസരത്തൊക്കെ തന്നെ ഉണ്ട്. നിങ്ങൾക്കറിയാം, പഴയ MP ധനപാലൻ ചേട്ടനൊക്കെ തൊട്ടപ്പുറത്തുണ്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് തൻ്റെ ശത്രുക്കളെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക, എതിരഭിപ്രായം പറയുന്നവരെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക, അതിനെന്ത് വില കുറഞ്ഞ പരിപാടിയും സ്വീകരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദാഹരണം. ഇവിടെയുള്ള ആരോട് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ഇവിടെ എന്താണ് നടന്നിട്ടുള്ളത്. ഇവിടെ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾക്കും ബോധ്യമായിട്ടുള്ളതാണ്. അപ്പോൾ വളരെ മോശമായ രീതിയിലേക്ക് പ്രചരിപ്പിക്കുക, ഈ ഒരു പ്രചരണ ഒരു കേന്ദ്രത്തിൽ നിന്ന് വരിക, ആ കേന്ദ്രത്തിൽ വന്ന ഏതാണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ ഏതെല്ലാം തരത്തിലുള്ള, ചിലപ്പോൾ ഒരു പക്ഷേ ചിലരുടെയൊക്കെ പേര് നോക്കുമ്പോൾ നമുക്ക് പരിചയമുള്ളവർ തന്നെയാണ്, കേട്ടലറക്കുന്ന രീതിയിലുള്ള ചില കമന്റുകളുണ്ട്. MLA കുറച്ചാളായിട്ട് കണ്ടിട്ടില്ല. അതായത് മറ്റു ചില പരിപാടികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം കണ്ടിരുന്നു. ഇപ്പോൾ കുറച്ചാളായിട്ട് എന്നെ കണ്ടിട്ടില്ല. ഇത് കണ്ടപ്പോഴേ ഇതൊക്കെ വന്നപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ സംഭവം ഉണ്ട് എന്നുള്ളത് തന്നെ.